എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റോമൈ ഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു വളരെ എക്സോട്ടിക് ആയിട്ടുള്ള ഒരു കാർ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇത് ഫോക്സ് വാഗൻ്റെ ടൈറോൺ ആർ ലൈനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് എക്സോട്ടിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ലുക്കുകളിലും ഇൻറ്റീരിയറിലൊക്കെ വളരെ എക്സോട്ടിക് ആയിട്ടുള്ള ഒരു വാഹനമാണ്. ടൈറോൺ ഇപ്പം റീസെൻ്റ്ലി ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടേ ഉള്ളൂ. അതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്നത്, അതായത് നമുക്കുണ്ടായിരുന്ന ഓൾ സ്പേസ് ടിഗ്വാൻ അല്ലെങ്കിൽ ടിഗ്വാൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ടിഗ്വാൻ ആർ ലൈൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ വലിയൊരു വണ്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. 7 സീറ്ററായിട്ടാണ് വന്നിരിക്കുന്നത്. ശരിക്കും ഇത് എല്ലാവർക്കും പറ്റിയൊരു വാഹനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാവർക്കും പറ്റിയൊരു വാഹനമാണെന്ന് പറയാൻ പറ്റില്ല. ഫിനാൻഷ്യലിൻ്റെ ടേംസിലാണ് പറയുന്നത്. കാരണം ഈ ഒരു വാഹനത്തിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഓൺ റോഡിലേക്ക് വരുമ്പോൾ 61 ലക്ഷത്തോളം വരും. അതായത് എക്സ്ഷോറൂം ഏകദേശം 48.9 ലാക്സ് ആണ് വരുന്നത്. പക്ഷേ ഓൺ റോഡിലേക്ക് വരുമ്പം 61 ലക്ഷത്തിന് രൂപയോളം വരും. അപ്പം 61 ലാക്സിന് ആക്ച്വലി ഒരുപാട് കാറുകൾ നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് വാങ്ങിക്കേണ്ടത് നമുക്ക് സാധിക്കും. പക്ഷേ ഈ ഫോക്സ് വാഗൻ്റെ ഈ ഒരു ടയറോണെ എങ്ങനെയാണ് വ്യത്യസ്തമാക്കുന്നത്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്തേക്ക് ഇതൊരു ആർ ലൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫോക്സ് വാഗൻ്റെ ആർ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ കുറച്ച് പേർക്കൊക്കെ അറിയാം, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി പറയാം. അതായത് നമുക്ക് ഫോക്സ് വാഗൺ റേസിംഗ് എന്ന് പറയുന്ന ഒരു ഡിവിഷൻ തന്നെയുണ്ട്. അതായത് നമുക്ക് സ്പോർട്ടിയർ ആയിട്ടുള്ള കാറുകൾ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ പെർഫോമൻസ് എഡിഷൻ വാഹനങ്ങൾ നിർമ്മിക്കുന്ന ഒരു ഡിവിഷൻ തന്നെ ഫോക്സ് വാഗൺ ഉണ്ട്. അപ്പം ആ റേസ് കാറുകളെ അല്ലെങ്കിൽ ആ ഒരു റേസ് സ്പെക്കിൽ വരുന്ന കാറുകളെയാണ് ആർ എന്ന് പറയുന്നത്, ഈ സീരീസിൽ വരുന്നത്. ആർ ലൈൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ സ്പോർട്സ് കാറുകൾ അല്ലെങ്കിൽ അത്രയും പെർഫോമൻസ് ആയിട്ടുള്ള കാറുകൾ നമുക്ക് റോഡിൽ ഓടിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അത്രയും പെർഫോമൻസ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡ്സിലൊന്നും നമുക്ക് അത്രയും ഇപ്പോൾ സൂപ്പർ പെർഫോമൻസ് ഉള്ള കാറുകളൊന്നും ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ലുക്സിലുള്ള വാഹനങ്ങളാണ് ആർ ലൈൻ സീരീസിലേക്ക് വരുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ പെർഫോമൻസ് ആറിൻ്റെ ഒരു റെപ്ലിക്ക പോലെയാണ് ആർ ലൈൻ വരുന്നത്. കൂടുതൽ ലുക്കുകൾക്ക് ആണ് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കുന്നത്. എങ്കിലും അതിന് സ്പോർട്ടി ആയിട്ടുള്ള ഒരു DNA ഈ വാഹനത്തിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ടൈറോണിൻ്റെ ആർ ലൈനാണ്. അപ്പോൾ ഈ ഒരു വാഹനം ഒരു ഗംഭീര ലുക്ക് തന്നെയാണ്. 4.7 മീറ്റേഴ്സാണ് വാഹനം വരുന്നത്. 4789 മില്ലിമീറ്റർ നീളം ഒരു വാഹനമാണ്. അത്യാവശ്യം വലിയ വീൽ ബേസ് ആണ്. 2789 മില്ലിമീറ്റർ വീൽ ബേസും ഈ വാഹനത്തിനകത്തുണ്ട്. അപ്പം ലുക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗംഭീര വാഹനം തന്നെയാണ്. കാരണം എന്താ പറയുന്നത്, ഭയങ്കര ഒരു ആഢ്യത്വമുണ്ട്. പ്രത്യേകിച്ച് ഇതിപ്പോൾ ഒരു ബ്ലാക്ക് കളറാണ്, ഗ്രനഡില്ല ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു കളറിലാണ് വാഹനം വന്നിരിക്കുന്നത്. നമുക്ക് 7 കളേഴ്സിലാണ് വാഹനം അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. അതിനകത്ത് നല്ല കളേഴ്സൊക്കെ ഉണ്ട്. അൾട്രാ വയലറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി കളേഴ്സാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ഒരു ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രീമിയംനെസ് ആണ്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അതിൻ്റെ ഒരു ഷൈനിങ്ങും അല്ലെങ്കിൽ ആ ഒരു പെയിൻറ്റിൻ്റെ ക്വാളിറ്റിയൊക്കെ കൊണ്ടാണെന്ന് അറിയത്തില്ല, അത് വേറിട്ട് നിൽക്കും എന്നുള്ളതാണ്. കാരണം ഈ സെഗ്മെൻറ്റിൽ ഒരുപാട് വാഹനങ്ങളുണ്ടെങ്കിലും ഇത് ഒരു എക്സ്ട്രാ പ്രീമിയം ഒരു ഫീല് നമുക്ക് ലുക്കിൽ തന്നെ നമുക്ക് വാഹനം തരുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ ഇത്രയും വിലയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അധികം നമ്പേഴ്സ് ഒന്നും ഒരു പക്ഷേ റോഡിൽ കാണാൻ പറ്റത്തില്ല. പക്ഷേ ഫോക്സ് വാഗൺ എന്ന് പറഞ്ഞാൽ ബ്രാൻഡിനെ ഇഷ്ടപ്പെടുന്നവരും അല്ലെങ്കിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാനായിട്ട്, അത് എല്ലാവരുടെയും കൂട്ടത്തിൽ വേറിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെയാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ വാങ്ങുന്നത്. അപ്പോൾ ഇത്രയും വിലയിലേക്ക് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് ആക്ച്വലി CKD ആയിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഓൾറെഡി നേരത്തെ ടിഗ്വാനൊക്കെ ആദ്യ കാലത്ത് വന്ന സമയത്ത്, ഓൾ സ്പേസ് ടിഗ്വാനൊക്കെ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് CBU ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഇവിടെ കൊണ്ടുവന്ന് അസംബിൾ ചെയ്തിരിക്കുക CKD ആണ്. അപ്പോൾ കുറച്ചുകൂടെ ടാക്സ് ഫിഗേഴ്സിനൊക്കെ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് വരുന്നത്. പക്ഷേ ഭാവിയിലേക്ക് നമ്മൾ ഇപ്പോൾ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം. റീസെൻ്റ്ലി ഏറ്റവും വലിയ ചർച്ചയാണ്. കാരണം ഈ കാറുകളുടെ ഈ പറയുന്ന ഇമ്പോർട്ട് ടാക്സസ് ഈ 40% ഗ്രാജുവലി കൊണ്ടുവരും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഏകദേശം നമ്മൾ നോക്കിക്കാൻ നല്ല വില ഏകദേശം പകുതിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അതിന് തൊട്ടടുത്തോളം കുറയുമെന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ 3-4 വർഷത്തിനുള്ളിൽ നമുക്ക് ജർമ്മൻ കാർസ് അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രികളിൽ വരുന്ന കാറുകൾ കുറച്ചും കൂടെ എക്കണോമിക് ആയിട്ട് വാങ്ങിക്കാണ്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതുവരെ നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വാഹനത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും നോക്കാം. എന്തുകൊണ്ടാണ് ഇത് എക്സോട്ടിക് നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് ഈ വാഹനത്തിലേക്ക് വരുന്ന സമയത്തേക്ക് ഇതിന് കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുന്നതൊക്കെ നമുക്ക് നോക്കാം. ഏറ്റവും ഫ്രണ്ടിലാണെങ്കിൽ നമ്മളെടുത്ത് പറയുകയാണെങ്കിൽ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലാംപ്സിലേക്ക് നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ IQ മെട്രിക്സ് ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. മെർസിഡീസ് ബെൻസ് കാറുകളിൽ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് LED ആയിട്ട് വരുന്ന ഹെഡ് ലാംപ്സ് ആണ്. മെട്രിക്സ് അറയാണ്. സിംഗിളി ഓരോ ഇതിനകത്തെ LED അതായത് LED ഈ ഒരു ഡോട്ട് മാട്രിക്സ് ആയിട്ട് വരുന്ന LED ആണ് ഇതിനകത്ത് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ അത് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഒരു ഫംഗ്ഷനൊക്കെ വെക്കുന്ന LED പാനലില്ലേ, അപ്പോൾ അതിനകത്തുള്ള ലൈറ്റുകൾ ഇൻഡിവിജ്വലി അല്ലേ കൺട്രോൾ ചെയ്യുന്നത്, അങ്ങനെ മൂവ്മെൻറ്റ് എടുക്കാമല്ലോ. അപ്പോൾ അതേപോലെ ഇതിനകത്ത് മെഷ് ടൈപ്പ് ആയിട്ടാണ് ഇതിൻ്റെ ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 1 മില്യണോളം LED ലൈറ്റ്സ് ആണ് വന്നിരിക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ അഡാസ് ഫീച്ചേഴ്സ് ഈ വാഹനത്തിനകത്ത് ലോഡഡാണ്. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെ ലൈറ്റ് അനുസരിച്ച് ഈ വാഹനത്തിൻ്റെ ഒരു മാസ്കിങ്, ലൈറ്റിൻ്റെ മാസ്കിങ് ഒക്കെ അവിടെ നടക്കുന്നുള്ളതാണ്. സാധാരണ നമ്മൾ ഈ കാണുന്നത് വോൾവോയിലും അല്ലെങ്കിൽ മെഴ്സിഡസ് ബെൻസിൻ്റെ കാറുകളിലാണ് ഇത്തരത്തിലുള്ള ലൈറ്റിംഗ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ കണക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ടിലൊരു DRLs കാണാം. ഇവിടം തുടങ്ങി അങ്ങ് അറ്റം വരെ വരുന്ന DRLs ആണ്. അപ്പോൾ അതിനും ഒരു ആനിമേറ്റിംഗ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് 3 തരത്തിലുള്ള ആനിമേഷൻസ് നമുക്ക് കൊടുക്കാം. വണ്ടി ഓൺ ആക്കുന്ന സമയത്തും വണ്ടി ഓഫ് ആക്കുന്ന സമയത്തും ആ ലൈറ്റ്സ് കത്തുന്നത് ആനിമേറ്റഡ് ആയിട്ടായിരിക്കും. അങ്ങനെ ഒരു സംവിധാനം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോക്സ് വാഗൻ്റെ ആ വിശ്വവിഖ്യാതമായിട്ടുള്ള ലോഗോ നമുക്കിവിടെ കാണാം. ഈ ലോഗോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇലിമിനേറ്റഡ് ആയിട്ട് വരുന്ന ലോഗോയാണ്. ഇലിമിനേറ്റഡ് ആയിട്ട് വരുന്ന ലോഗോ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ അത് കത്തി നിൽക്കും. അടിപൊളിയാണ്. കാരണം വൈറ്റ് കളേഴ്സിലാണ് ഇത് ഇലിമിനേറ്റ് ചെയ്യുന്നത്. ബാക്കിലെ ലോഗോയിലും ഇലിമിനേറ്റഡ് ആണ്. അത് റെഡ് കളേഴ്സിലാണ് കത്തി നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ലൈറ്റ് എന്ന് പറയുന്നത് ഈ വാഹനത്തിന് കൊടുക്കുന്ന റോഡ് പ്രസൻസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി റോഡ് പ്രസൻസ് ആണ്. ഭയങ്കര ഒരു പ്രീമിയം ഫീലിലാണ് ഈ ഒരു DRL ഈ വാഹനത്തിനകത്ത് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു ലൈറ്റ്സിലേക്ക് വരുമ്പോൾ തന്നെ 2 ചേമ്പറിലായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഫോഗ് ലാമ്പ് അതിനകത്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് കോണ്ടറിങ് ഫംഗ്ഷനുള്ള ഫോഗ് ലാമ്പാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ഈ ഫോളോ മീ എന്ന് പറയുന്ന സംവിധാനം തന്നെ അതിനകത്തുണ്ട്, ഒന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗ്രിൽസിലേക്ക് വരുമ്പം ഗ്രിൽസിന് ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫീലാണ് കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഡയമണ്ട് ഷേപ്പിൽ വരുന്ന ഗ്രിൽസാണ്. ലൈക്ക് ഒരു റോംബസ് എന്നൊക്കെ നമ്മൾ പറയില്ല. അപ്പോൾ അങ്ങനെ തരത്തിലുള്ള പ്രീമിയം ആയിട്ട് വരുന്ന ഗ്രിൽസ് നമുക്കിവിടെ കാണാം. 360 ഡിഗ്രിയുടെ ക്യാമറ നമുക്കിവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണിക്കാം. അതുപോലെ തൊട്ട് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ റേഡിയേറ്ററിൻ്റെ ഗ്രില്ല് നമുക്ക് അകത്തോട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില വണ്ടികൾക്ക് അത് അരോചകമാണെങ്കിൽ ഈ വണ്ടിക്ക് കുറച്ചുകൂടെ ഭംഗിയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതുപോലെ നമുക്ക് ഏടാം പോർഷൻ കാണാം. അതുപോലെ അലൂമിനിയം ഫിനിഷിലുള്ള ഒരു അതിൻ്റെ ഒരു സ്കിഡ് പ്ലേറ്റുകൾ അല്ലെങ്കിൽ ഡിഫ്യൂസർ പ്ലേറ്റ് നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം അതുപോലെ ഈ ഒരു വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു എയർ കട്ടനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫംഗ്ഷനലിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസാധ്യ ലുക്കുകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ നിൽക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു ഫ്രണ്ട് ഫേസ് ഉള്ളൊരു വാഹനമാണ് നമ്മുടെ ഫോക്സ് വാഗൻ്റെ ടൈറോൺ R-Line എന്ന് പറയുന്നത്. ഇതാണ് ഈ വണ്ടിയുടെ ഒരു സൈഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ ഒരു കാഴ്ചയിൽ തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ എന്തൊക്കെയോ ഒരു പ്രീമിയംനെസ് ഈ വാഹനത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. എനിക്കിതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ കണ്ടിട്ട് വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു കാറിൻ്റെ ഒരു ഫീച്ചേഴ്സൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ബെൽറ്റ് ലൈനൊക്കെ നമ്മുടെ കണ്ണിലേക്ക് അത്രയും തെളിഞ്ഞു വരുന്നുണ്ടെന്നുള്ളതാണ്. ഈ പില്ലറും ബി പില്ലറിൻ്റെ മുകളിൽ കൂടെ പോകുന്ന ആ ബെൽറ്റ് ലൈനൊക്കെ അങ്ങനെ തന്നെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മുകളിൽ നമുക്ക് റൂഫ് റെയിലിൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പം ആ ഒരു വണ്ടിയുടെ ഒരു ബ്ലാക്ക് കളറും അതുപോലെ ആ ഒരു സൈഡിലുള്ള ഗാർണിഷിങ്സൊക്കെ വളരെ അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഈ ഒരു വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പെയിൻറ്റഡ് ബ്ലാക്ക് ആയിട്ട് വരുന്ന വലിയ വീലാർക്കുകൾ കാണാം. അതുപോലെ നമുക്ക് സൈഡിൽ നമുക്ക് ആ സെൻസേഴ്സ് കാണാം. അതായത് നമുക്ക് ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള സെൻസേഴ്സാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ടയേഴ്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിലേക്ക് വരുന്ന സമയത്തേക്ക് 19 ഇഞ്ച് പ്രൊഫൈൽ വരുന്ന ടയേഴ്സാണ് വരുന്നത്. സ്പെയർ വീൽസ് എന്ന് പറയുമ്പോൾ 1 ഇഞ്ചോടെ കുറവായിരിക്കും, 18 ഇഞ്ചാണ് വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ബ്രിഡ്സ്റ്റോണിൻ്റെയാണ്, മെയ്ഡ് ഇൻ സ്പെയിൻ ആണ് ടയർ എന്ന് പറയുന്നത്. നമുക്ക് ഇന്ത്യയിൽ പൊതുവേ കിട്ടാൻ പാടാണ്, അവിടെ നിന്ന് വരുന്നത് കൊണ്ടാണ് നമുക്കിത് അവൈലബിൾ ആയിട്ട് ഈ വാഹനത്തിനകത്ത് കിട്ടുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഡിസ്ക് ബ്രേക്കുകളാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. പെർഫോമൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു വാഹനമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 7.3 സെക്കൻഡ്സ് കൊണ്ട് തന്നെ 100 ടച്ച് ചെയ്യാൻ പറ്റും, 100 km/h ടച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 224 കിലോമീറ്റേഴ്സാണ്. അപ്പോൾ അത്രയും സ്പീഡിലൊക്കെ പോകുന്ന വാഹനം ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും എഫിഷ്യൻസി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സസ്പെൻഷനാണ്. 4 വീൽസും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് മക്ഫേഴ്സിൻ്റെ സ്ട്രട്ടുകളും കോയിൽ സ്പ്രിങ്ങുകളുമാണ് ലോഡ് ചെയ്തിരിക്കുന്നത്. ബാക്കിലേക്ക് വരുമ്പം മൾട്ടി ലിങ്ക് സസ്പെൻഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ്, ഇത് ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു SUV വാഹനമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇതിൻ്റെ ഒരു കോമ്പറ്റേറ്ററായിട്ട് നോക്കുമ്പോൾ കുറച്ച് കുറവാണ്. കാരണം ഇതിന് കുറച്ചുകൂടി ഒരു കംഫർട്ട് ലൈൻ കൂട്ടാൻ വേണ്ടിയാണ് വരുന്നത്. കാരണം മുകളിൽ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ബോഡി റോൾ പൊതുവേ വാഹനങ്ങൾക്ക് കൂടുമെന്നാണ് അതിൻ്റെ ഒരു ഫിസിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 181 ആണ് വരുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ ഈ വാഹനത്തിലേക്ക് വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം ഈ ഒരു സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് 6 എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാം. ഇത് പല ഭാഗത്തായിട്ട് നമുക്ക് കാണാം. R-Line ആണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ബാഡ്ജിങ് ആണ് വരുന്നത്. അതുപോലെ നമ്മൾ മിറേഴ്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ മിറേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വെൽക്കമിങ് ഫംഗ്ഷനൊക്കെ ഉള്ള മിറേഴ്സാണ്. നമ്മൾ താക്കോലുമായിട്ട് അടുത്ത് വരുവാണെങ്കിൽ നമ്മളെ വെൽക്കം ചെയ്യുക. അതുപോലെ നമ്മൾ വാഹനത്തിൽ നിന്ന് കുറച്ചധികം അങ്ങോട്ട് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഓട്ടോമാറ്റിക്കലി ലോക്കായി പോകും. ഈ ഒരു മിറേഴ്സ് ഫോൾഡ് ആവുന്ന തരത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷനുള്ള സെൻസേഴ്സും കാര്യങ്ങളൊക്കെ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിനകത്തേക്ക് വരുന്ന സമയത്ത് 360 ഡിഗ്രിയുടെ ക്യാമറ നമുക്ക് താഴെ കാണാം. അതുപോലെ തന്നെ നമുക്കൊരു പഡിൽ ലാംപ്സ്, നമുക്കൊരു താഴെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ലൈറ്റ്സ് കണ്ടിട്ടില്ല, അതൊരു കിടിലൻ ലൈറ്റ്സ് ആണ്. നമുക്ക് ഈ നട്ടുച്ച ആയതുകൊണ്ട് കാണിക്കാൻ പറ്റാത്തതാണ്, പക്ഷേ നല്ലൊരു പാറ്റേണിലാണ് ആ ലൈറ്റ്സ് വരുന്നത്.
അപ്പം വാഹനത്തിൻ്റെ ഒരു സൈഡ് പ്രൊഫൈലിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോർ ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ കാണാം. എല്ലാം ബോഡി കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞാൽ ഗാർണിഷിങ് എലമെൻറ്റ്സ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ഗ്ലാസ്സിന് പ്രത്യേകതയുണ്ട്. അത് ഹീറ്റ് ഇൻസുലേറ്റഡ് ആയിട്ട് വരുന്ന ഗ്ലാസ്സാണ്. ഇൻസൈഡും ഔട്ടും ഒക്കെ ഹീറ്റ് ഇൻസുലേറ്റഡ് ആണ്. അപ്പം പുറത്തുനിന്നുള്ള ചൂട് ഒരിക്കലും വാഹനത്തിനകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയുള്ള ഗ്ലാസ്സുകളും കാര്യങ്ങളൊക്കെയാണ്. ആ ഒരു ലൈക്ക് ഡബിൾ ലാമിനേറ്റഡ് ആയിട്ട് വരുന്ന ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇനി ഒരു ബാക്ക് പ്രൊഫൈൽ സെറ്റ് ടയേഴ്സ് നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ലൈക്ക് നല്ല രസമാണ് കേട്ടോ. കാരണം വെച്ചാൽ ആ ഒരു ടയറിൻ്റെ ഒരു അലോയ്സിൻ്റെ പാറ്റേൺ ഒക്കെ ആണെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആണ്. അത്യാവശ്യം നല്ല പ്രൊഫൈൽ വീതിയുള്ള ടയേഴ്സൊക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ ലുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു നല്ലൊരു മസിൽ ചങ്കി ആയിട്ടുള്ള ഒരു ഫീൽ ആ ടയേഴ്സിൽ നമുക്ക് ഫീൽ ചെയ്യാൻ നമുക്ക് സാധിക്കും. ദിസ് ഈസ് വാട്ട് പ്രീമിയം ഈസ്, അങ്ങനെ തന്നെ പറയാം. അത്രയും മനോഹരമായിട്ടുള്ള ഒരു ബാക്ക് പ്രൊഫൈലാണ്. യു ക്യാൻ സീ ഇൻ ദ ഫ്രെയിം. നമ്മൾ നേരെ നോക്കുകയാണെങ്കിൽ ഈ ലൈറ്റ്സിൻ്റെ ഒരു സെറ്റ് അടിപൊളിയാണ് കേട്ടോ. കണക്റ്റഡ് ആയിട്ട് വരുന്ന ആ ഒരു ടെയിൽ ലാമ്പ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ കാഴ്ചയിലേക്ക് വരുന്ന ഈ ഒരു ഫോക്സ് വാഗൻ്റെ ലോഗോ തന്നെയാണ്. ആ ലോഗോയ്ക്കകത്തെല്ലാം ആ ഒരു റെഡ് ലൈറ്റിംഗ് കൊടുത്ത് ആ ഒരു ഇലിമിനേഷൻ ഭയങ്കരമായിട്ട് സൂപ്പറായിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. പിന്നെ ഈ ഒരു ലൈറ്റ്സിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇതും IQ ആയിട്ട് വരുന്ന LED ലാംപ്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്തും ഒരു 3 ആനിമേഷൻ സെറ്റിങ്സും ഉണ്ട്. അപ്പം വാഹനം നിർത്തുന്ന സമയത്ത് അല്ലെന്നുണ്ടെങ്കിൽ ലൈക്ക് വാഹനം ഓണാക്കുന്ന സമയത്തൊക്കെ ഒരു ആനിമേഷൻ അവിടെ വർക്ക് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നോക്കുന്ന സമയത്തേക്ക് ബാക്ക് ലൈറ്റുകൾ തന്നെയാണ് ഇതിൻ്റെ ഒരു ഭംഗി കൊണ്ടുപോയെന്ന് നമുക്ക് പറയാം. ഓക്കെ, ടൈറോൺ എന്നുള്ള ഒരു റൈറ്റിംഗ് നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു വൈപ്പേഴ്സ് നമുക്കിവിടെ കാണാം. അതുപോലെ ഇവിടെ ഡീഫോഗറുള്ള ഗ്ലാസ് ഉണ്ട്, ഇൻറ്റഗ്രേറ്റഡ് ഉള്ള സ്പോയില്, ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ്. ഏറ്റവും മുകളിലായിട്ട് വരികയാണെങ്കിൽ ഒരു ഷാർഫിൻ്റെ ആനയുണ്ട്. ഈ ഒരു ബമ്പർ ഏരിയയിലേക്ക് വരുവാണെങ്കിൽ ഫ്രണ്ടിൻ്റെ അതേ ഡിസൈൻ ഫിലോസഫിയാണ് വന്നിരിക്കുന്നത്. ആ ഒരു റോംബസിൻ്റെ ഷേപ്പ് ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് ഒരു ബാക്ക് ബമ്പേഴ്സ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു വശത്തേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫുള്ളി കണക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു റിഫ്ലക്റ്റേഴ്സും ആ വാഹനത്തിൻ്റെ ഒരു വശത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ബാക്കിലേക്ക് ഏറ്റവും താഴേക്ക് വരുവാണെങ്കിൽ ബമ്പറിൻ്റെ താഴെയായിട്ട് നമുക്ക് ആ ഒരു ഡിഫ്യൂസർ നമുക്ക് കാണാനായിട്ട് പറ്റും. അതും ബ്ലാക്ക് കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എക്സോസ്റ്റ് നമുക്ക് വിസിബിളി കാണാനായിട്ട് പറ്റില്ല, കാരണം അത് അതിനടിയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് പ്രൊഫൈൽ എന്നുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഫോമോഷൻ എന്നുള്ള ഒരു ബാഡ്ജിങ് ആണ്. കാരണം ഇതൊരു ഓൾ ടൈം 4 വീൽ ഡ്രൈവ് ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. 6 ഡ്രൈവിംഗ് മോഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓഫ് റോഡൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വാഹനമായിട്ടാണ് ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്കിതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് നമുക്ക് നോക്കാം. ബൂട്ട് നമുക്ക് പലതരത്തിൽ നമുക്ക് അക്സസിബിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഇതിനകത്ത് ഗസ്റ്ററുണ്ട്. താക്കോല് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അപ്പോൾ വാഹനത്തിനകത്ത് വെച്ചിരിക്കുകയാണ്. കാല് ജസ്റ്റ് വേവ് ചെയ്താൽ മതി. അതൊന്നും ഇന്നത്തെ കാലത്ത് അതൊന്നും വലിയൊരു ഫീച്ചറല്ല. കാരണം ഒരുമാതിരിപ്പെട്ട കാറുകളെല്ലാം നമുക്ക് ആ ഒരു സംഭവം ഇവിടെ കാണാനായിട്ട് പറ്റും. അതുപോലെ ഇതൊരു പവേർഡ് ആയിട്ട് വരുന്ന ഒരു ടെയിൽ ഗേറ്റ്സ് ആണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ടെയിൽ ഗേറ്റ് മുകളിലേക്ക് നമുക്ക് റിട്രാക്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇതിൻ്റെ ഒരു ബാക്കിലേക്ക് വരുന്ന സമയത്തേക്ക്, അതായത് നമുക്കൊരു ബൂട്ട് സ്പേസിലേക്ക് വരുന്ന സമയത്തേക്ക് 345 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. പക്ഷേ നമുക്ക് ഈ സെക്കൻഡ് റോയും തേർഡ് റോയും നമുക്ക് ഫോൾഡബിൾ ആണ്. അങ്ങനെ ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ 1905 ലിറ്റർ വരെ നമുക്ക് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് നമുക്ക് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുള്ളതാണ്. അതുപോലെ നമുക്ക് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്പെയർ ടയർ കാണാനായിട്ട് സാധിക്കും. 18 ഇഞ്ചസ് ആണ് വരുന്നത്. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ സ്റ്റീൽ റിംസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഒരു ജാക്ക് സെറ്റും കാര്യങ്ങളൊക്കെ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കമ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്ന സമയത്തേക്ക് ഇതിനകത്ത് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് ഇതിനകത്ത് രാത്രിയൊക്കെ വരുന്ന സമയത്തേക്ക് നമുക്ക് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഒരു ബൂട്ട് സ്പേസിനെ കുറിച്ചൊക്കെ സംസാരിക്കാനായിട്ടുള്ളത്. കണ്ടോ, ഇത് നമ്മൾ സ്വിച്ച് പ്രസ് ചെയ്താൽ ഇത് ഓട്ടോമാറ്റിക്കലി വന്ന് അടഞ്ഞോളും. കണ്ടതെല്ലാം മനോഹരം, കാണാത്തത് അതിലും മനോഹരം. ഇത്രയും ഭംഗിയുള്ള ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കാണാൻ നിങ്ങൾക്ക് ഒരു ആകാംക്ഷയില്ലേ? നമുക്കൊന്ന് നോക്കാം. ഈ ഒരു വാഹനത്തിൻ്റെ ഡോർ ഹാൻഡിലേക്ക് വരുന്ന സമയത്തേക്ക് അത് ആക്ച്വലി അവിടെ ഇലിമിനേറ്റഡ് അവിടെ ലൈറ്റ്സ് ഉണ്ട്. രാത്രിയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഡോർ ഹാൻഡിൽ കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും. അതുപോലെ വളരെ പ്രീമിയം ആയിട്ട് വരുന്ന ഇൻറ്റീരിയേഴ്സാണ് ഈ വാഹനത്തിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ബ്ലാക്ക് തീമിലാണ് വന്നിരിക്കുന്നത്. ഒരു രക്ഷയുമില്ലെന്ന് തന്നെ പറയാം. ഭയങ്കര ഒരു എക്സിക്യൂട്ടീവ് എലഗൻറ്റ് ലുക്കിലേക്കാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഡോർ ട്രിം മുതൽ നമുക്കൊന്ന് പറഞ്ഞു തുടങ്ങാം. ഡോർ ട്രിമ്മിലേക്ക് വരുന്ന സമയത്ത് തന്നെ ആ ഒരു പ്രീമിയംസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു വശത്ത് വരുന്ന ടെക്സ്ചറും കാര്യങ്ങളൊക്കെയാണ്. ലെതറേറ്റാണ്, മനോറ എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഇവിടെ ഒരു ഡോട്ടഡ് ആയിട്ട് വരുന്ന ഒരു പാനൽ കൊടുത്തിട്ടുണ്ട്. ശരിക്കും അത് ഇലിമിനേറ്റഡ് ലൈറ്റ്സ് വരുന്ന ഒരു പാനലാണ്. ഡാഷ് ബോർഡ്സിലേക്ക് വരുമ്പോഴും നമുക്ക് അതിൻ്റെ എക്സ്റ്റൻസും കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് വാഹനത്തിനകത്ത് നമുക്ക് 30+ ഇൻറ്റീരിയർ ആംബിയൻ ലൈറ്റിങ്സ് ഉണ്ട്. അപ്പോൾ അത് ആ ഒരു പാറ്റേൺ ഇവിടെ ഇലിമിനേറ്റ് ചെയ്ത് വരുന്നത് ഭയങ്കര ഭംഗിയായിരിക്കും. അതുപോലെ ഇവിടെ ഒരു ബ്ലൂ കളറുള്ള ഒരു ത്രെഡ് ലൈനൊക്കെ കൊടുത്തിട്ട് കുറച്ചും കൂടെ ആ ഒരു പ്രീമിയംസ് അങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ അൺലോക്കിൻ്റെ ബട്ടൺസും ലോക്കിൻ്റെ ബട്ടൺസും ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഡോറിൻ്റെ ഹാൻഡിൽ നല്ല പ്രീമിയമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒരു ലെതറേറ്റ് ആയിട്ട് വരുന്നൊരു ഭാഗമാണ്.
കൺട്രോൾസ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഇവിടെ ഒരു സ്പേസിങ് ലൈക്ക് ഇവിടെ ഒരു സ്വിച്ചും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. സ്പീക്കർ സെറ്റ്സും കാര്യങ്ങളും ഇവിടെ കാണാം. ഇതിനകത്തേക്ക് ഉപയോഗിച്ചിരിക്കുന്ന പറഞ്ഞാൽ ഹോമൻ കാർഡിൻ്റെ സ്പീക്കർ സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. 11 സ്പീക്കേഴ്സാണ് ഇൻക്ലൂഡിങ് സബ് വൂഫേഴ്സാണ്. അതുപോലെ 16 ചാനൽ വരുന്ന ആംപ്ലിഫയേഴ്സും കൊടുത്തിട്ടുണ്ട് വാഹനത്തിനകത്ത്. അപ്പോൾ നല്ല റീഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു മ്യൂസിക് എക്സ്പീരിയൻസ് ആണ് ഈ വാഹനത്തിന് കിട്ടുക എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എർഗോ ആക്റ്റീവായിട്ട് വരുന്ന സീറ്റുകളാണ്. 12 വേ പവർ അഡ്ജസ്റ്റബിൾ ആയിട്ട് വരുന്ന അടിപൊളി സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. 12 തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ലംബോർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കൂടാതെ ഫ്രണ്ടിലെ 2 സീറ്റുകളും അത് രണ്ടും പെർഫോറേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ സീറ്റുകളും പെർഫോറേറ്റഡ് ആണ്. പക്ഷേ ഇത് രണ്ടും വെന്റിലേറ്റഡ് ആയിട്ട് വരുന്ന സീറ്റുകളാണ്. ഈ ഒരു സീറ്റ്സിന് നമുക്ക് മെമ്മറി ഫംഗ്ഷൻസ് ഉണ്ട്. 1, 2, 3 അങ്ങനെ 3 മെമ്മറി ഫംഗ്ഷൻസ് ഉണ്ട്. മിററിലും നമുക്ക് ആ ഒരു മെമ്മറി ഫംഗ്ഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് റിവേഴ്സ് ഇടുന്ന സമയത്തേക്ക് നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മിറേഴ്സും അതനുസരിച്ച് പൊസിഷൻ ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 തരത്തിൽ പ്രോഗ്രാമബിൾ ആയിട്ടുള്ള ഒരു മസാജിങ് ഫംഗ്ഷനും ഈ ഒരു സീറ്റ്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എത്രയും ദൂരം നമ്മൾ ട്രാവൽ ചെയ്താലും ഒട്ടും ഫറ്റീഗ് ഉണ്ടാകത്തില്ല എന്നുള്ളതാണ്. ബാക്കിയുള്ള പാരാമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വാഹനത്തിനകത്തേക്ക് കയറിയതിന് ശേഷം കാണാം. ഈ വാഹനത്തിൻ്റെ ഒരു ഡിജിറ്റൽ കോക്പിറ്റാണ് കാണുന്നത്. വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു ഡാഷ്ബോർഡ് ഏരിയയാണ് വരുന്നത്. പ്രധാനമായിട്ടും 15 ഇഞ്ചിൻ്റെ ഒരു വലിയ സ്ക്രീൻ നമുക്ക് കാണാം. മൈ ഫോക്സ് വാഗൺ കണക്റ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ശരിക്കും ബേസിക്കലി ഇതൊരു ടച്ച് പാഡാണ്. കാരണം ഇതിനകത്ത് ഈ വാഹനത്തിൻ്റെ ഒട്ടുമിക്കൽ ഫംഗ്ഷൻസും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇത് നമുക്ക് ഓൾറെഡി വയർലെസ്ലിയും അതുപോലെ വൈഡുമായിട്ടും ആൻഡ്രോയിഡ് ഓട്ടോ അതുപോലെ ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിനകത്ത് ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ഇൻസ്ട്രുമെൻറ്റ് പാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ 10.25 ഇഞ്ചിൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റ് പാനലാണ്. അതിനകത്തും അത്യാവശ്യം നല്ല പാരാമീറ്റേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ച് TPMS പോലുള്ള എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് ഓൾറെഡി ലോഡഡ് ആണ്. അതും ഫുള്ളി കളേർഡ് ആയിട്ട് വരുന്ന ഒരു മൾട്ടി കളേർഡ് ഡിസ്പ്ലേ ആണ്. അടിപൊളിയായിട്ടുള്ളൊരു TFT ഡിസ്പ്ലേ ആണ്. അടുത്തതായിട്ട് ഈ ഒരു വാഹനത്തിനകത്ത് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി വരുന്ന ഒരു ഹെഡ്സപ്പ് ഡിസ്പ്ലേ ഉണ്ട്. അപ്പം നമുക്ക് റോഡിൽ നിന്ന് ലൈക്ക് ഈ ഒരു ഇതിലേക്കൊന്നും നോക്കാതെ തന്നെ നമുക്ക് റോഡിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുമ്പം ആ ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയുടെ പ്രൊജക്ഷൻ അവിടെ വരുന്നുണ്ട്. വണ്ടിയുടെ സ്പീഡുകളും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഡിസ്റ്റൻസ് ടു MP അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫീച്ചേഴ്സൊക്കെ ആ ഒരു വശത്ത് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഈ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗിലേക്ക് വരുവാണെങ്കിൽ വളരെ പ്രീമിയം ആണ്. ലെതർ റാപ്ഡ് ആയിട്ട് വരുന്ന സ്റ്റിയറിംഗ് ആണ്. നമ്മൾ ഇതിന് മുമ്പും ഇത് ടിഗ്വാനിലൊക്കെ R-ലൈനിലൊക്കെ നമ്മൾ ഇതേ സ്റ്റിയറിംഗ് വീൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു വശത്തേക്കൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പെർഫറേറ്റഡ് ആയിട്ട് വരുന്ന ലെതറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ 2 വശത്തും നമുക്ക് കൺട്രോൾസ് നമുക്ക് ഇവിടെ കാണാം. ഈ ഒരു വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈക്ക് ക്രൂയിസ് കൺട്രോളിൻ്റെ സെറ്റിങ്സൊക്കെയാണ് ഈ ഒരു വശത്തേക്ക് വരുന്നത്. അതുപോലെ മീഡിയയുടെ സ്വിച്ചസൊക്കെ നമുക്ക് ഇപ്പുറത്തെ വശത്തേക്ക് ഹാൻഡ് ഫ്രീ അസിസ്റ്റൻ്റ് സ്വിച്ചസൊക്കെ ഇവിടെയാണ് വരുന്നത്, മീഡിയ കൺട്രോൾസൊക്കെ വരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് ഇത് നമുക്ക് ആക്ച്വലി നമുക്ക് ടെലസ്കോപ്പിക്കായിട്ടും ടിൽറ്റായിട്ടും നമുക്ക് വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റിയറിംഗ് ആണ്. അടുത്തതായിട്ടൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റിയറിംഗ് ഹീറ്റബിളായിട്ട് വരുന്ന ഒരു സ്റ്റിയറിംഗ് ആണ്. സാധാരണ സീറ്റുകളിലൊക്കെയാണ് നമ്മൾ സീറ്റ് വെൻറ്റിലേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു മിക്കതിനകത്ത് നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. ഹീറ്റ് ചെയ്യുന്ന കാര്യം മിക്ക വണ്ടികളിലും കുറവായിരിക്കും. പക്ഷേ ഈ ഫോക്സ് വാഗൻ്റെ ഈ ഒരു വാഹനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സീറ്റുകൾ നമുക്ക് ഹീറ്റ് ആക്കാൻ പറ്റും. അതുപോലെ നമുക്ക് സ്റ്റിയറിംഗ് ഹീറ്റ് ആക്കാൻ പറ്റും. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ അത് എത്രത്തോളം പ്രയോജനകരമാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മൾ യൂറോപ്യൻ കൺട്രീസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ എപ്പോഴും തണുപ്പായിരിക്കും. അപ്പോൾ തണുത്ത് മരവിച്ച് വിറങ്ങലിച്ച കൈകളോടെ വാഹനം ഓടിക്കാതെ കുറച്ചുകൂടെ ചൂടൊക്കെ ആക്കി നല്ല രീതിയിൽ വാഹനം ഓടിക്കാൻ വേണ്ടിയാണ് ഡ്രൈവിംഗ് ഡൈനാമിക്സിന് വേണ്ടിയാണ് അത്തരത്തിലുള്ള ഒരു ഫംഗ്ഷൻ അവിടെ കൊടുത്തിരിക്കുന്നത്. ആർ എന്നുള്ള ലോഗോ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ഷിഫ്റ്റർ ആക്ച്വലി നമ്മൾ മെർസിഡസ് ബെൻസിലൊക്കെ കണ്ടുവന്നിരിക്കുന്ന പോലെ സ്റ്റിയറിങ്ങിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഷിഫ്റ്റർ വരുന്നത്. സാധാരണ നമ്മൾ സെൻട്രൽ കൺസോളിൽ ഒരു നോബ് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്തേക്ക് ഇവിടെ കറക്റ്റ് ഷിഫ്റ്റിംഗ് വരുന്നത് ഈ ഒരു ലിവറിലാണ്. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ലൈറ്റ്സിൻ്റെ ആണെങ്കിലും വൈപ്പേഴ്സിൻ്റെ ആണെങ്കിലും കൺട്രോൾസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പം ട്രാൻസ്മിഷൻ ഓപ്ഷൻ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓട്ടോമാറ്റിക് മാത്രമേ ഉള്ളൂ. 7 സ്പീഡ് DSG ട്രാൻസ്മിഷനാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അതൊരു 2 ലിറ്റർ എഞ്ചിനാണ്. അതുപോലെ അത്യാവശ്യം വളരെ ടോക്ക് ഫിഗേഴ്സ് ഉള്ള വാഹനമാണ്. അതിന് ഓടിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. അപ്പോൾ അവിടെ ഒരു പാഡൽ ഷിഫ്റ്റേഴ്സും നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ബേസിക്കലി സ്റ്റിയറിംഗ് ഒക്കെ വളരെ സ്പോർട്ടി ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. ഇനി ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഒരു ഡോട്ടഡ് ആയിട്ടുള്ള ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു നട്ടുച്ച സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും അതൊരു ഇലിമിനേറ്റഡ് ആയിട്ട് വരുന്ന ഒരു പാനലാണ്. ആംബിയൻറ്റ് ലൈറ്റിങ്ങും മൂഡ് ലൈറ്റിങ്സ് ഒക്കെ നമുക്ക് കാണാം. പാട്ടിനൊക്കെ അനുസരിച്ച് ആ ഒരു മ്യൂസിക്സിനനുസരിച്ചൊക്കെ അത് ചേഞ്ചസ് അവിടെ സംഭവിക്കുന്നതാണ്. 30 കളേഴ്സാണ് അതിനകത്ത് വരുന്നത്. ഏസിയുടെ വെൻറ്റുകളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇവിടെയൊക്കെ നമുക്ക് എന്ന് പറയുന്ന ഒരു ലെതറഡ് ഭാഗങ്ങളാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഗ്ലോ ബോക്സ് നമുക്കൊന്ന് ആക്സസ് ചെയ്യാം. എനിക്ക് ബേസിക്കലി പറയുന്നത് ഇതിൻ്റെ പ്ലാസ്റ്റിക്സ് ആണ് കേട്ടോ. ഭയങ്കര ക്വാളിറ്റിയുള്ള പ്രീമിയം പ്ലാസ്റ്റിക്സ് തന്നെയാണ് വാഹനത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ലൈക്ക് പ്ലാസ്റ്റിക് ആണെങ്കിലും ഒരു ലെതറിൻ്റെ ഒരു ഫിനിഷും ടെക്സ്ചറും ആണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. അത്രയും സോഫ്റ്റ് ആയിട്ട് വരുന്ന പ്ലാസ്റ്റിക്സ് ആണ്.
അത്രയും ക്വാളിറ്റി ഉണ്ട് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സിന്. അപ്പം കൂൾഡായിട്ട് വരുന്ന ഗ്ലോ ബോക്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ AC വെൻറ്റുകൾ നമുക്ക് ഇവിടെ കാണാം. ഈ ഒരു വശത്തേക്ക് വരുന്ന സമയത്ത് ഇതാ ഇവിടെ ഒരു ട്രേ കാണാം. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ അതിനടിയിൽ 2 വയർലെസ് ചാർജിങ് യൂണിറ്റ് ആണ് കേട്ടോ. സാധാരണ ഒരു വണ്ടിക്കൊക്കെ മിക്ക വാഹനങ്ങൾക്കും ഒരു വയർലെസ് ചാർജിങ് യൂണിറ്റ് കൊടുക്കുമ്പം ഫ്രണ്ടിലുള്ള 2 പേരും രാജാക്കന്മാരെന്നുള്ള രീതിയിൽ 2 പേർക്കുള്ള സൗകര്യങ്ങളുണ്ട്. 2 സീറ്റുകളും നമുക്ക് എല്ലാ തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതിൽ മസാജിങ് ഫംഗ്ഷനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ 2 പേരുടെ ഫോൺ നമുക്കിവിടെ ചാർജ് ചെയ്യാം. 45 വാട്ടിൻ്റെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻസ് 2 സി പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ട്രേ നമുക്കിവിടെ കാണാം. ഇവിടെ നമുക്ക് സാധനങ്ങൾ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാ ഈ സെൻട്രൽ കൺസോളിന് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഈ ടാറ്റയുടെയൊക്കെ വാഹനങ്ങളിലൊക്കെ കണ്ട ജ്വൽഡ് ആയിട്ടുള്ള നോബില്ലേ, അപ്പം അതുപോലുള്ള ഒരു ജ്വൽഡ് ആയിട്ടുള്ള നോബ്സ് നമുക്കിവിടെ കാണാൻ നമുക്ക് സാധിക്കും. ശരിക്കും ഇതൊക്കെ ടച്ചാണ് കേട്ടോ. നമുക്കിത് വോളിയമാണ് ഇപ്പോൾ നിലവിൽ ഹൈലൈറ്റ് ചെയ്ത് കിടക്കുന്നത്. നമുക്ക് വോളിയം കൂട്ടാനും കുറയ്ക്കാനൊക്കെ നമുക്ക് സാധിക്കും. ഇത് തിരിച്ചാൽ മതി. അതനുസരിച്ച് നമുക്ക് ഇവിടെയും കൺട്രോൾസിൽ വരുന്ന വ്യത്യാസം നമുക്ക് കാണാനും നമുക്ക് സാധിക്കും. പിന്നെ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവ് മോഡ്സിലേക്കാണ് വരുന്നുണ്ട്. ഇൻഡിവിജ്വൽ, ഓഫ് റോഡ്, സ്നോ ഉണ്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും അത് ചേഞ്ച് ആകുന്നത്. അങ്ങനെ സ്പോർട്ട്, കംഫർട്ട്, എക്കോ അങ്ങനെയുള്ള ഒരു 6ഓളം മോഡുകളിൽ നമുക്ക് ഈ വാഹനം നമുക്ക് ഓടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം ഈ ട്രാക്ഷനാണ് കംപ്ലീറ്റ് അത് കൺട്രോൾ ചെയ്യുന്നത്. എഞ്ചിൻ്റെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ഇവിടെയാണ് വരുന്നത്. ഞാൻ ആദ്യമേ ഈ ഭാഗത്തൊക്കെ തപ്പി നോക്കി, പിന്നെ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് ഇതിവിടെ കാണാനായിട്ട് സാധിച്ചത്. ഈ ഒരു രസയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക് വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്കിവിടെ ഈ ഒരു വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. അതിനകത്ത് ഞാനിപ്പം കീ ആണ് കേട്ടോ. കീ വളരെ നീറ്റായിട്ടുള്ളൊരു കീ ആണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫോക്സ് വാഗൻ്റെ ലോഗോ ഒക്കെ വരുന്ന ഒരു കീ ആണ്. അതുപോലെ നമുക്കിവിടെ ഒരു ആംറസ്റ്റ് കാണാം. ആംറസ്റ്റ് നമുക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആംറസ്റ്റ് നമുക്ക് എക്സ്റ്റെൻഡിബിൾ ആണ്. ഓക്കെ, നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സാധനം പല ഹൈറ്റിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പ്രത്യേകത. ഇത് താത്ത് വെക്കാം, ഇത് വേണമെങ്കിൽ പൊക്കി വെക്കാം. അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു താഴേക്ക് വരുവാണെങ്കിൽ ഇതിനകത്തൊരു സ്റ്റോറേജ് സ്പേസ് ആണ് ഉള്ളത്. ഈ സ്റ്റോറേജ് സ്പേസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബോട്ടിൽ ഹോൾഡറായിട്ടോ അല്ലെങ്കിൽ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാം. കാരണം അതിനകത്ത് നമുക്ക് അതിൻ്റെ ഒരു പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു സാധനം നമുക്ക് ഇളക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അതിനകത്ത് നമുക്കൊരു 12 വോൾട്ടിൻ്റെ ചാർജർ ഫെസിലിറ്റി നമുക്ക് ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത് കാണാം. അപ്പം ഇത്രയാണ് നമുക്ക് ഈ ഒരു ഏരിയയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ ഒരു വിൻഷീൽഡ് അതിൻ്റെ മുകളിലോട്ടുള്ള ഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഒരു ഓട്ടോ ഡിമ്മിങ് വരുന്ന ഒരു IRBM ഫെസിലിറ്റി വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 സൺവൈസേഴ്സ് വരുന്നുണ്ട്. അതിനകത്ത് ലൈക്ക് വാനിറ്റി മിറേഴ്സും അതുപോലെ 2 വാനിറ്റി മിറേഴ്സും ലൈറ്റ്സും ഈ ഒരു വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ബ്ലാക്കിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രീമിയംസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഈ റൂഫിൻ്റെ ഏരിയയിൽ വരുമ്പോൾ ഈ ഒരു വശത്തേക്ക് വരുമ്പോൾ ലൈറ്റ്സൊക്കെ കാണും കേട്ടോ. ഈ ലൈറ്റ്സിനൊക്കെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസ്സിൽ തൊട്ടാൽ മതി. ഒരു സ്വിച്ചസും ഇല്ല. ഈ ഗ്ലാസ്സിൽ തൊട്ട് കഴിഞ്ഞാൽ ആ ഒരു സാധനം വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം. അത് നമുക്ക് അതിൻ്റെ ഒരു ബ്രൈറ്റ്നസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതേപോലെ നമുക്ക് ഈ ഒരു വാഹനത്തിലേക്ക് പനോരമിക് ആയിട്ട് വരുന്ന വലിയ സൺറൂഫാണ്. അതായത് വാഹനത്തിൻ്റെ റൂഫ് കംപ്ലീറ്റ്ലി ഒരു സൺറൂഫാണ്. അതൊരു ടച്ചായിട്ടാണ് കേട്ടോ വരുന്നത്. നമുക്ക് ഇങ്ങനെ ഒന്ന് സ്വൈപ്പ് ചെയ്ത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിംഗിൾ ടച്ചിൽ നമുക്കിത് ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ നമുക്ക് ടച്ച് ചെയ്ത് ക്ലോസ് ചെയ്യാം. അതുപോലെ നമുക്കൊന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് അടഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാം. പാസഞ്ചറിൻ്റെ എയർ ബാഗ് ഓൺ ഓഫ് ആക്കാനുള്ള സംവിധാനങ്ങൾ ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം പ്രീമിയംനെസ്സിനൊന്നും യാതൊരു കുറവില്ല. അൾട്രാ ലക്ഷറി ആയിട്ടുള്ളൊരു ഇൻറ്റീരിയേഴ്സ് തന്നെയാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ സെക്കൻഡ് റോ സീറ്റുകളിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സീറ്റുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലെതറായിട്ട് വരുന്ന സീറ്റുകളാണ് വരുന്നത്. അതുപോലെ നമുക്ക് പെർഫറേറ്റഡ് ആയിട്ട് വരുന്ന സീറ്റുകളാണ്. ഈ ഒരു സെക്കൻഡ് റോ സീറ്റുകളിലേക്ക് വരുന്ന സമയത്തേക്ക് വെന്റിലേഷൻ ഫംഗ്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. അതൊക്കെ ഫ്രണ്ട് ഭാഗത്തുള്ള 2 പേർക്ക് വേണ്ടിയാണ് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത്. സീറ്റ്സ് ആണെങ്കിലും അത്യാവശ്യം ഇരിക്കാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകളാണ്. 3 ഹെഡ് റെസ്റ്റുകളുണ്ട്. അപ്പം നമുക്ക് സുഖകരമായിട്ട് ചാരി ഇരിക്കാം. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമുക്ക് ഫീൽ ചെയ്യുന്ന വാഹനത്തിനകത്ത് ഒരു സ്പേസിങ് തന്നെയാണ്. കാരണം ഇതിൻ്റെ വീൽ ബേസ് പൊതുവേ കൂടുതലാണല്ലോ. 2789 ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഒരു ലെഗ് സ്പേസ് ഏരിയ നമുക്ക് വാഹനത്തിനകത്ത് കിട്ടുന്നുണ്ട്. ഹെഡ് റൂം ആണെങ്കിലും നമുക്ക് ഡീസൻ്റ് ആയിട്ടുള്ള ഹെഡ് റൂം ഉണ്ട്. പിന്നെ ഒരു പാൻഡമിക് ആയിട്ടുള്ള സൺറൂഫ് വരുന്നുണ്ട്. അത്രയും ലൈറ്റ് നമുക്ക് വേണമെങ്കിൽ വാഹനത്തിനകത്ത് കയറുന്നുണ്ട്. നമുക്കൊരു ഓപ്പൺ സ്പേസ് ആയിട്ട് നമുക്കൊരു ഫീൽ ചെയ്യുന്ന തരത്തിലാണ് ഇതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളും വന്നിരിക്കുന്നത്. ഇനിയിപ്പം നമുക്ക് AC വെൻറ്റുകൾ ഈ ഒരു വശത്തേക്ക് നമുക്കവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ 2 സീപോർട്ട് ചാർജേഴ്സും വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ ടണലിന് കുറച്ച് ഹൈറ്റ് ഉണ്ട്. അപ്പോൾ അത് നടുക്കിരിക്കുന്ന സമയത്തേക്ക് കുറച്ച് 2 വശത്തും കാലിട്ടിരിക്കേണ്ട ഒരു രീതിയാണ് ഈ വാഹനത്തിനകത്തേക്ക് വരുന്നത്. പിന്നെ ഈ ഒരു വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ആംബ്രസ്റ്റ് നമുക്ക് കാണാം. അതിനകത്ത് നമുക്ക് അതിൻ്റെ ലൈക്ക് ഇത് നമുക്കിത് വലിച്ചാൽ മതി. കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ഇവിടെ ഒരു ഹോളൊക്കെ കൊടുത്ത് ലൈക്ക് ആ ഒരു ഡിസൈനിനെ വ്യത്യാസം വരുത്തിയിട്ടില്ല. ഇവിടെ കൈവച്ചിരിക്കുക അത്യാവശ്യം നല്ല വീതിയുണ്ട് കേട്ടോ. അതൊക്കെ ഒരു പോഷായിട്ട് തന്നെയാണ് വാഹനത്തിനകത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ സെക്കൻഡറിയെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് ഗ്രാബ് റെയിലുകളുണ്ട്. തന്നെ ഇവിടെ നമുക്കൊരു കേർട്ടൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാഹനത്തിനകത്ത് നമുക്ക് ടച്ചായിട്ട് വർക്ക് ചെയ്യുന്ന ലൈറ്റ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പം
വേണ്ടുന്ന യൂട്ടിലിറ്റി ഫീച്ചേഴ്സ് എല്ലാം ഈ ഒരു സെക്കൻഡ് റോയിലും ഒക്കെ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു റോയും കൂടെയാണ് വരുന്നത്. അതിലേക്ക് നമുക്ക് കയറാൻ പാടായിരിക്കും. കാരണം വെച്ചാൽ ബേസിക്കലി അത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു റോ ആണ്. നമുക്ക് ഈ ഒരു സീറ്റ് നമുക്ക് ഫ്രണ്ടിൽ ഈ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സീറ്റുകൾ നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സ്ലൈഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും കേട്ടോ. നമുക്ക് ഈ ഒരു സീറ്റ് നമുക്ക് ഇങ്ങനെ മടക്കി നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റും. ശരിക്കും ഇതൊരു 7 സീറ്റർ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ബാക്ക് റോ എന്ന് പറയുന്നത് ശരിക്കും കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു റോ ആയിട്ട് ആണെന്ന് പറയേണ്ടി വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ വലിയൊരാൾ ഇരുന്ന് കഴിഞ്ഞാലുള്ള ഒരു കംഫർട്ട്നെസ് നമുക്ക് അവിടെ കിട്ടാനുള്ള ചാൻസസ് കുറവാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബീസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. എഞ്ചിനിലേക്ക് വരുന്ന സമയത്തേക്ക് 2 ലിറ്റർ വരുന്ന എഞ്ചിനാണ്, TSI Evo എഞ്ചിനാണ് വരുന്നത്. വളരെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് വരുന്നൊരു എഞ്ചിനാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഗിയർ ബോക്സിൻ്റെ മേറ്റിംഗ് എന്ന് പറയുന്നത് 7 സ്പീഡ് DSG ആണ്. വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഡ്രൈവ് ഉണ്ട്. പ്രത്യേകിച്ച് നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് ഒക്കെ വരുന്നതുകൊണ്ട് നമുക്ക് കിഡിലിനായിട്ട് നമുക്ക് ഈ വാഹനം നമുക്ക് ഹൈവേസിൽ കൂടെയൊക്കെ നമുക്ക് ക്രൂസ് ചെയ്ത് പോകാൻ പറ്റുമെന്നുള്ളതാണ്. സീറ്റിങ്ങിൻ്റെ പൊസിഷൻ ആണെങ്കിലും അടിപൊളി സീറ്റിങ്ങിൻ്റെ പൊസിഷനാണ്. സീറ്റ്സ് വളരെ കംഫർട്ടബിൾ ആണ്. ലെതററ്റ് ആയിട്ട് വരുന്ന സീറ്റുകളാണ്. സീറ്റിന് വെൻറ്റിലേഷൻസ് ഉണ്ട്. അപ്പം ഏത് കാലാവസ്ഥയിലും നമുക്ക് കിഡിലിനായിട്ട് ഈ വാഹനം നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാമെന്നുള്ളതാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ സേഫ്റ്റിയാണ്. നമുക്ക് അഡാസ് ലെവൽ 2 ആണ് വരുന്നത്. അഡാസ് ലെവലിനകത്ത് തന്നെ 14 ഫീച്ചേഴ്സോളം വരുന്നുണ്ട്. എമർജൻസി ബ്രേക്കിംഗ് ഉൾപ്പെടെയാണ് വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. നമുക്ക് ലൈൻ കീപ്പും ലൈൻ വാച്ച് അസിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മൾ ലൈൻ ഇപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബ്ലൈൻഡ് സ്പോട്ട് നമുക്കിവിടെ കാണാൻ വേണ്ടിയുള്ള മോണിറ്ററിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അത് സാധാരണ ഗ്ലാസ്സിനകത്താണ് പൊതുവെ വരുന്നതെന്നുണ്ടെങ്കിലും ആ മിറേഴ്സിൻ്റെ സൈഡിലൊരു സെപ്പറേറ്റ് ലൈറ്റിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. മൈലേജിൻ്റെ ഫിഗേഴ്സൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രാൻഡ് നിയർലി 13 ഡിസ്ക്ലോസ്ഡ് ആണ്. ഏകദേശം 13 കിലോമീറ്റേഴ്സൊക്കെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമുക്ക് ഓൺ റോഡിലേക്ക് വരുന്ന സമയത്ത് 9-10 ഇങ്ങനെയൊക്കെ ആയിരിക്കാം നമുക്ക് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മൈലേജ് നോക്കി ഓടിക്കുന്നൊരു വാഹനമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് കൂടുതൽ പെർഫോമൻസും അല്ലെങ്കിൽ ആ ഒരു എക്സിക്യൂട്ടീവ്നെസ്സിനൊക്കെയാണ് ആൾക്കാർ കൊണ്ടുവരുന്നത്. ഇത് നമുക്ക് ഡയറക്റ്റ് കോമ്പറ്റീഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സെഗ്മെൻറ്റ് വണ്ടികളിലെ കൂടെയാണ് വരുന്നത്. ഡി സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങളിലാണ് വരുന്നത്. അതിനകത്ത് തന്നെ നമുക്ക് ഫോർച്യൂണറും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഒരു കോമ്പറ്റീറ്ററായിട്ട് നമുക്ക് വരുന്നത്. പക്ഷേ അത് രണ്ടൊരു ലീഗാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് കുറച്ചും കൂടെ ഒരു പ്രീമിയം എക്സിക്യൂട്ടീവ്നെസ്സിനാണ് ഈ വാഹനത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഫോർമാറ്റിക് ആയിട്ട് വരുന്ന ട്രാൻസ്മിഷനാണ്, ഡ്രൈവ് മോഡാണ് വരുന്നത്. എപ്പോഴും ഓൾ ടൈം 4 വീലായിട്ട് തന്നെ നമുക്ക് ഈ വാഹനം നമുക്ക് ഓടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഫോക്സ്വാഗൺ ഈ ഒരു വാഹനത്തിനകത്ത് കൊടുക്കുന്ന ഒരു വാറൻറ്റി ഫിഗേഴ്സ് 1 ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ 4 വർഷമാണ്. നമുക്കത് 2 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് 1.5 ലക്ഷം കിലോമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്യാനും നമുക്ക് സാധിക്കും. 3 സർവീസുകൾ വാഹനത്തിന് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. നോർമലി ഇതിൻ്റെ സർവീസ് കോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അറൗണ്ട് ഒരു 20 ഒക്കെ വരുമായിരിക്കും. കാരണം ഇത്രയും വലിയൊരു വാഹനവും ഇത്രയും ഫീച്ചർ റിച്ചും ഒക്കെ ആയതുകൊണ്ട് നിയർലി അത്രയും വരുന്നതായിരിക്കും. നമുക്കൊരു ആക്ച്വലി ഒരു ഓപ്പൺ റോഡ് നമുക്ക് കിട്ടുന്നില്ല കാലൊന്ന് കൊടുത്ത് ഓടിക്കാനുണ്ട്. കാരണം വെച്ചാൽ ഒന്ന് പെർഫോമൻസ് ഒന്ന് അറിയാനുണ്ട്. കാരണം ഇത് ഞാൻ പറഞ്ഞില്ല 0 to 100 എന്ന് പറയുന്നത് വെറും 7.3 സെക്കൻഡ്സ് മതി. 224 കിലോമീറ്റേഴ്സാണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് അച്ചീവ് ചെയ്യാണ്ട് പറ്റുന്നത്. നമുക്കൊരു ഓപ്പൺ റോഡൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കാല് കൊടുത്ത് നോക്കാം. ചെറിയൊരു സ്പേസേ ഉള്ളൂ. എന്നാലും വളരെ ഫാസ്റ്ററായിട്ടാണ് ഈ വാഹനം ക്രൂസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ്. എന്തായാലും ഈ വാഹനം നിങ്ങളൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ഇത് വേറൊരു ലീഗിലുള്ളൊരു വാഹനമാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കും. കാരണം നമ്മൾ എത്ര വണ്ടികളുടെ കൂട്ടത്തിലിട്ടെന്ന് പറഞ്ഞാൽ ഫോക്സ്വാഗൻ്റെ ഈ ഒരു പ്രീമിയം വാഹനം കൊണ്ട് അതിനകത്ത് നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. അതൊക്കെ വെച്ച് നോക്കുമ്പം ഒരു വളരെ വ്യത്യാസമുള്ളൊരു വാഹനമായിരിക്കും. അപ്പം ഈ വാഹനം നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ട്രിവാൻഡ്രത്ത് EVM ഫോക്സ്വാഗണിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ടെസ്റ്റ് ഡ്രൈവ്സിനുള്ള വാഹനമാണ് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു രസത്തിനെങ്കിലും നിങ്ങൾ വന്ന് ഓടിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു 60 lakhs ഒക്കെ ആ ഒരു ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് കപ്പാസിറ്റി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യുന്നൊരു വാഹനമാണ്. നമ്മൾ എപ്പോഴും വേറിട്ട് നിൽക്കുമെന്നുള്ളത് തന്നെയാണ്. അപ്പം ഈ ഒരു വാഹനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് വേണം ഒന്ന് എഴുതിയേക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. സോ ദിസ് ഈസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം റോബ് മൈ ഷോ.